Hallelujah. Glory to God, glory to God. പകൽക്കാല വിശുദ്ധ ആരാധനയ്ക്കായി നമ്മെ കൂട്ടിവലിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലത്തെ ആരാധന അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആരാധന വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ദൈവം ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്ഥലത്തിലേക്ക് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാൻ പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും മതപരമെന്ന സ്തോത്രയാളം ദൈവസ്ഥലത്തിൽ നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കരേറ്റി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾ വിശുദ്ധ ആരാധനയ്ക്കായി ഇന്ന് പ്രഭാതവേളയിൽ ഈ മാർച്ച് മാസത്തെ 1ാമത്തെ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കാൻ കർത്താവിനെ സഹായം. കഴിഞ്ഞ 2 മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയപ്പോൾ അവിടുത്തെ പരിപാലനം, സൂക്ഷിപ്പ്, ദയ, കരുണയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. കർത്താവെ, ഈ വർഷത്തിന്റെ 3ാം മാസം കാണുവാൻ, അതിൽ പ്രവേശിപ്പാൻ ആദ്യ കർത്താവെ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തിന് ഒരുമിച്ച് ആലയത്തിൽ കടന്ന് ആരാധിപ്പാൻ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധനയെ ആശീർവദിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ആരാധന വെളിപ്പെടണമേ. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ ഈ ദേശത്ത് ജനത്തെ ഒരുക്കുമാറാകണം. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടണമേ. അവിടുത്തെ രാജ്യം ഹല്ലേലൂയ ഇവിടെ ഉയർത്തപ്പെടുവാൻ, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്ന ദൈവിക അനുഭവത്തിലേക്ക് ജനം കടന്നു വരുവാൻ, ദൈവപ്രവൃത്തിക്കായി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ, താഴ്മയോടെ വിനയത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ കയ്യിൽ താഴ്ത്തി സമർപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണം. അതിനായി ഞങ്ങൾ എല്ലാവരും പേരുവരായി ദൈവങ്ങൾ സമയം ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം ആസ്വദിക്കും. അവിടുത്തെ നാമത്തെ മഹത്വം ഞങ്ങൾ വെളിപ്പെടും. പരിശുദ്ധമാകുന്ന നിയന്ത്രിച്ചാട്ട് മാനവ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വതവെല്ലാം പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഇന്ന് പകൽക്കാലം ദൈവവിശുദ്ധ ആരാധനയ്ക്കായി കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്ന പാട്ടുകൾ പാടി ഒരു ദൈവത്തെ ആരാധിക്കാം. പ്രിയ സഹോദരനോട് ചേർന്ന് ദൈവത്തെ പാടിയാൽ ഹല്ലേലൂയ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സന്തോഷത്തോടെ ആമേൻ ഹല്ലേലൂയ നമ്മൾക്ക് ആമേൻ ഹല്ലേലൂയ ആത്മീയമായും ഭൗതികമായും എല്ലാ അനുഗ്രഹങ്ങളും നൽകി കർത്താവ് ഹല്ലേലൂയ നടത്തിയ അവിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അല്പനേരം കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അന്തർഭാഗത്ത് നിന്ന് കർത്താവിന് സ്തോത്രങ്ങളുടെ സ്തുതികളും അർപ്പിച്ചാട്ട് ഹല്ലേലൂയ അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവൻ ഹല്ലേലൂയ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ അറിഞ്ഞ് നമ്മളെ നടത്തുന്ന, നമ്മളെ പുലർത്തുന്ന, അതിലൊക്കെ ഉപരിയായി നമ്മുടെ പാപങ്ങളെ വഹിച്ച അവൻ ഹല്ലേലൂയ ആ പാതകനായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവേ പ്രാണനായക, ജീവൻ എനിക്ക് എന്നുള്ള പാട്ട് നമുക്ക് പ്രാരംഭത്തിൽ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവേ പ്രാണനായക, ജീവനെനിക്ക് ഏകിയോനേ. യേശുവേ പ്രാണനായക, ജീവനെനിക്ക് ഏകിയോനേ. എൻ സങ്കടങ്ങളാൽ എന്റെ മംഗളങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളാൽ എന്റെ മംഗളങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ആദിയായി ഞാൻ ജീവിച്ചപ്പോൾ പാപത്തിൽ ഓടിയപ്പോൾ, ആദിയായി ഞാൻ ജീവിച്ചപ്പോൾ
അനുഭവത്തിലേക്ക് വിടുതൽ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് മുട്ടുപിന്നിലൂടെ തുറക്കും ലഭിക്കുന്നു അന്വേഷിക്കുന്നവരെ മുട്ടു ദൈവത്തിന് തുറന്നു ഹല്ലേലൂയ ഇന്ന് രാവിലെ കർത്താവിൽ നിന്ന് പ്രാപിപ്പാനായി ദൈവസന്നാരിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ മടുത്തു പോകാതെ ഭാരങ്ങൾ പ്രയാസങ്ങൾ വെല്ലുവിളികളൊക്കെ ഉള്ളപ്പോഴും മടുപ്പുളവാക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് മുൻപിൽ ഹല്ലേലൂയ നിർമ്മാണമ്പോൾ ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ മടുത്തു പോകാതെ ദൈവത്തെ സ്തുതിപ്പാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ നിജമായ
അധികം ഫലം ചെയ്യുന്നതാകയാൽ ഈ ദിവസം പ്രാർത്ഥനയിൽ വീഴ്ത്തുപോകാത്ത ഹൃദയശുദ്ധിയായി പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരാത്മീയ കൂട്ടമായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇതുപോലെ ആരാധനയ്ക്കാൻ നമ്മൾ സമർപ്പിച്ച് എല്ലാവരും വിശുദ്ധ സന്നിധിയിൽ കർത്താവിന്റെ സ്തുതികളെ എത്തിക്കൊണ്ട് അടുത്ത കാലം നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വത്തോടെ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യമുള്ള പാട്ട് ചേർന്ന് പാടുന്ന ദൈവത്തെ മഹത്വപ്പെടും. ആരാധിക്കുമ്പോൾ വിടുതൽ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിരുന്നു ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിരുന്നു പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ വല്ലഭൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ വല്ലഭൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം ആദിയിലെന്നാൽ ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും യാചിപ്പീനെന്നാൽ ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുമേൽ തുറക്കും സ്വർഗ്ഗത്തിൻ കരവരം ആകില്ല ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ വല്ലഭൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം
Most gracious and loving Father, we praise and thank you, Lord, for this wonderful morning you have given us, Lord. Hallelujah. Thank you for the blessed worship service you have given us, Lord. Hallelujah. Thank you for helping us to gather in thy presence, Lord. Hallelujah. When the entire world is searching for the truth, Lord. Hallelujah. You have given us the truth, the salvation, Lord. Hallelujah. You are helping us to worship you in the truth and spirit, for that we praise and thank you, Lord. Hallelujah. Lord, we have come into thy presence, Lord. Hallelujah. We humble our hearts, Lord. Hallelujah. We come to you, Lord, Father. We need thy grace, Lord, in abundance, Lord. Hallelujah. The word of God says, Lord, there is mercy each morning, Lord. It's new, Lord. We praise and thank you, Lord. Hallelujah. Thank you for giving us a blessing last week, Lord. Hallelujah. Giving us jobs, Lord. Hallelujah. Giving us good health, Lord. Hallelujah. Praise the Lord. Blessing our children, Lord, in their schools and studies, Lord. Praise and thank you, Lord. Hallelujah. Your presence was with us, Lord, all those times, Lord. Many of our believers went back to India and came back, Lord, safe. We praise and thank you for thy traveling mercy. Hallelujah. Thank you for thy grace, Lord. Hallelujah. Lord, thank you for helping our brothers to go and meet their loved ones and come back, Lord. Hallelujah, Lord. Hallelujah. Now, Lord, we have got another week in front of us, Lord. Hallelujah. We have got this Sunday service in front of us, Lord. Father. Let their presence continue, Lord. Hallelujah. Filling us with the Holy Spirit, Lord. Hallelujah. Praise the Lord. Praise the Lord. When we hear the word of God, help us to change our heart for good, Lord. Hallelujah. Praise the Lord. We submit our children, Lord, Father. They are going to say the memory words. They are going to sing songs, Lord. Hallelujah. Give them the grace, Lord. Hallelujah. As they grow up, Lord. Hallelujah. Let them be grown up in the Lord wisdom of God and knowledge of God, Lord. Hallelujah. Praise the Lord. Give us as the parents to give them the wisdom of God, Lord. Hallelujah. To raise them up in the right manner, Lord. Hallelujah. We submit the servant of God into thy hands, Lord. Hallelujah. He is going to speak the word of God, Lord. Hallelujah. Lord, the word of God when we hear the Lord. Hallelujah. Help us to look into heaven and change our hearts. With a broken heart, we let us to pray. Help us to come into thy presence, Lord. Hallelujah. Praise the Lord. Once again, we praise and thank you. Lord, we pray for the testimony service. Raise up wonderful testimony services, Lord, Father, which is going to help us to grow, Lord, which is for the edification of the church, Lord, Master. Praise the Lord. When we hear one testimony, Lord, hallelujah, let our faith grow in abundance, Lord. Hallelujah. Praise the Lord. Praise the Lord. Once again, we submit all these meetings under thy hands, Lord. We submit all the proceedings under thy hands, Lord. And bless our week, Lord. In Jesus' name we ask. Amen. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദിവസം എഴുന്നേൽക്കാം. സംഘടന വായനയ്ക്കായി സമയത്ത് വേർതിരിക്കുന്നു. 61-ാം സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 61 will read us responsively and please glory to God. സങ്കീർത്തനം Psalm 61. ദൈവമേ, എന്റെ വിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗൗരവമായിരിക്കുന്നുവല്ലോ.
ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. അതൊക്കെ വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. അവനേക്ക് ദിവസം വസിക്കും, അവനെ പരിപാലിക്കണമേ, വിശ്വസ്തയെ കേൾപ്പിക്കണമേ. അങ്ങനെ ആ നാമത്തെ കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാളോറും കഴിയുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. You have given me the heritage of those who fear your name. ആ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നത് അതൊരു ഹെറിറ്റേജ്, അതൊരു വലിയ ഭാഗ്യപ്പെടുക അവകാശം നമുക്ക് നൽകുന്ന ദൈവത്തെ നമ്മുടെ പിതാക്കന്മാർ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഇതുപോലെ കാലം പിൻപറ്റുവാനുള്ള ഭാഗ്യം ഈ തലമുറയ്ക്ക് ലഭിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആഴ്ചക്കാലം മുഴുവൻ നമ്മൾ ഭദ്രവരെ ചുരക്ക് വഴി നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാട്ട് മാർച്ച് മാസത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് ഇടയാക്കി ഈ വർഷത്തിലെ 2 മാസങ്ങൾ നമ്മെ പരിപാലിച്ച ദൈവത്തിന് ഹൃദയമായി നന്ദി പറയാം. ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവസഭ കൂടി വന്നിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദേഹികളാക്കി നമ്മെ നിർത്തിയിരിക്കുന്ന കർത്താവിന്റെ മഹാദേവയ്ക്കായി ഇതുപോലെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസ്തുതികൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച ദൈവങ്ങളെ തുടർന്ന് സഹായിക്കണം. സംഘടന പ്രാർത്ഥന പിടിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നമുക്ക് നിൽക്കുന്ന തന്നെ ഹല്ലേലൂയ സ്തോത്രം. English choir will come forward and they will sing an English song. Hallelujah. After that we will go to the exhortation of the psalm. Hallelujah. സംഗീത പ്രബോധനവുമായി ഒരു നിമിഷം ഹല്ലേലൂയ ദിവസത്തിൽ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് പ്രിയ സഹോദരന്മാർ കടന്നു വരും. ഹല്ലേലൂയ. ഒരു പാട്ട് പാടുകയും ആ സമയത്ത് ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Praise the Lord Jesus. Glory to God. Praise the Lord. In Romans chapter 12, verses 2, it says, "And do not be conformed to the world, but be transformed by the renewing of your mind, that you may be proved that it is good and acceptable and perfect will of God." When we look at this song about "I Surrender All," the story behind the song is from a pastor named Judson E. Venter. And when we look at his story, Mr. Judson, he was a very accomplished musician, and he was the head of a department in the university. It was during this time that God actually called him to come into a full-time ministry. So when he was at the helm of his career, that is when God called him. And he had an internal struggle, thinking like, should I leave everything behind and should I go into full-time ministry? And that is when he wrote this song about freely surrendering his whole life to Jesus. And that is what God is expecting from us. He wants to know whether we are able to surrender all our life to Him. It's not just about our spiritual life, but it's about our physical life, our studies, our college studies, our school work, our kids, our job. Are we able to surrender it completely to Him? And that is what God is expecting from us. It's not about whether it's a good time for us to surrender our lives or whether it's a good situation. It depends on no matter what time or what situation we are ready to surrender our lives to Him. So I request all you believers to sing this old hymn, "I Surrender All," and give glory to God. All to Jesus I surrender, all to Him I freely give. I will ever love and trust in Him.
Let us raise our hands and give glory to God. Hallelujah, hallelujah. Please be seated in the presence of God. Hallelujah. Hallelujah. പകൽക്കാലം ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തോളം ദൈവം നമുക്ക് നൽകി തന്നതോളം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദാവീദിന്റെ ഒരു സങ്കീർത്തനമായി ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായി നാം ഈ സങ്കീർത്തനം we understand the psalm as David's psalm. Praise the Lord. David's prayer. David is crying out in the presence of God by saying that, oh Lord, hear my prayer. Hallelujah. Praise the Lord. When we read this psalm verse by verse, we can understand how David felt about his life situation when he wrote this psalm. Hallelujah. All believers face different seasons in their life. എല്ലാ ദൈവമക്കൾക്കും അവരുടെ ജീവിതത്തിൽ പലവിധമായ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. സ്തോത്രം. എല്ലാവർക്കും ഒരേ സമയത്ത് ഒരുപോലെ ആയിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മനുഷ്യ സഹജമാണ്. We cannot be same every time. There are a lot of ups and downs in everyone's life. David also experienced such a life, but most overwhelmingly than many of us. His life was overwhelmed with a lot of trouble, wars, struggles, conflicts, and all these things were part of David's life. More than any one of us. When problems come to our life, we think that is the greatest problem. അല്ലേ? പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലും വലിയൊരു പ്രശ്നം മറ്റാർക്കുമില്ല, എൻ്റെ ജീവിതത്തിലെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ പറയും. അല്ലേ? സ്തോത്രം. അല്ലേ? നമ്മൾ പറയുന്നത് സ്തോത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ കുഴപ്പമില്ല, അയ്യോ ഇത്രയേ ഉള്ളല്ലോ. എന്നാൽ അതിന്റെ നാലും നമുക്ക് വരുമ്പോൾ അതിനേക്കാൾ വലുതാണ് നമ്മുടേതെന്ന് നാം ചിന്തിക്കും. That is human tendency. ഇവിടെ കർത്താവ് ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ദാവീദ് പറയാം, കർത്താവേ നീ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. Praise the Lord. Hallelujah. Oh God, listen to my prayer. It is obvious that Lord listens. Our God listens to our prayer. നമ്മൾ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല കർത്താവേ എന്റെ പ്രാർത്ഥനകൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന? എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ വിളിച്ചപേക്ഷിക്കുക. സ്വത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ വിളിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നല്ലേ? Praise the Lord. നമ്മളല്ലാതെ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, നീ എന്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല. സ്വത്രം ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, കർത്താവെ എന്തുകൊണ്ട് താമസിക്കുന്നു എന്നൊരു ചിന്ത ദാവീദിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ തന്നെ ആശ്വസിപ്പിക്കുക, അത് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? പ്രസംഗിക്കുന്ന ഇടയ്ക്ക് പാസ്റ്റർമാരിങ്ങനെ പറയാറുണ്ട്, സ്തോത്രം നിങ്ങളെല്ലാം മസിൽ വിളിച്ചിങ്ങനെ ഞാൻ പറയാ സ്തോത്രം. പാസ്റ്റർമാരൊക്കെ പറയാം ഞാൻ ഇപ്പൊ നിർത്താൻ പറയും അല്ലേ? ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ? സ്തോത്രം എന്ന് പറഞ്ഞാൽ ഉടനെ നിർത്തും എന്നൊരു നമുക്കറിയാം. ചിലരങ്ങനെ 50 പ്രാവശ്യം പറയും, അരമണിക്കൂർ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ നിർത്താവും. പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടല്ലേ, നിർത്തുമല്ലോ ഈ പുള്ളി എന്നുള്ളത്. പക്ഷേ നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് അവരുടെ ആ പ്രസംഗത്തിന്റെ സ്വഭാവം നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ ദാവീദിനെ അറിയാം കർത്താവ് പ്രാർത്ഥന കേൾക്കും. എന്നാലും പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ്. അത്രയ്ക്ക് ആശ്വാസം ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് ദാവീദ് നിൽക്കുന്നത്. Hallelujah. He is crying out to God and he knows that God needs to hear my prayer. Hallelujah. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. വഴിവിഴപ്പുള്ള ലോകത്തില് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ പ്രിയമുള്ളവരെ ദാവീദിന്റെ അനുഭവത്തോട് ചേർന്ന് നമുക്കും ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഏകദേശം 8 കാര്യങ്ങൾ ഈ സങ്കീർത്തനം 61-ാം സങ്കീർത്തനം നാം പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം പറയുന്നു, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. So we can cry out to God. First thing is we can cry out to God. We can call upon our God's name. Hallelujah. ഒരു ഫോർമാലിറ്റിയും കൂടാതെ എന്റെ ദൈവത്തെ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയും. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കഴിയും എന്നൊരു അവസ്ഥ. പലപ്പോഴും പ്രിയമുള്ളവരെ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. സ്തോത്രം.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാതാവ് 2 പെൺകുഞ്ഞുങ്ങളും സ്വന്തം ട്രെയിനിന് മുമ്പിൽ ചാടി ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്ന് വളരെ വളരെ നല്ലൊരു കുടുംബം, ഹല്ലേലൂയ, വളരെ നല്ല സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, 10-15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. അവരുടെ ഫോട്ടോ കണ്ടപ്പോൾ നല്ലൊരു കുടുംബത്തിലെ പിറന്ന ഒരു കുടുംബമായി നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ അവർ നിസ്സഹായരായി. അവർ പലരുടെയും അടുത്ത് പോയി സഹായത്തിനായി മുട്ടി, പലരും അവരെ കൈയൊഴിഞ്ഞു. അവസാനം ഒരു വഴിയുമില്ലാതെ പഠനമുള്ള ഒരു BSc നേഴ്സാണ് ആ സഹോദരി. സ്തോത്രം. എന്നാൽ വളരെയധികം ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഉണ്ടായി. അവരുടെ തന്നെ സഭയിൽ പോയി പറഞ്ഞെന്നാ പറയുന്നത്, എനിക്കൊരു ജോലി തരണം. സഭയുടെ ആസ്ഥാനത്ത് പോയി പറഞ്ഞു 1 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്യാമെങ്കിൽ ഫ്രീ ആയിട്ട് ബാക്കി പിന്നെ സ്ഥിരമാക്കുന്നത് കൺസിഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹൃദയം തകർന്ന പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ആ ഒരു അവസ്ഥയിൽ തീർത്തും വഴിമുട്ടിയപ്പോൾ ജീവിതം അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. വളരെ ദുഃഖകരമായ അതുപോലുള്ള അനേക വാർത്തകൾ കേൾക്കുന്നു. അനേകർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ജീവിതത്തിൽ. എല്ലാം ഉണ്ടായിട്ടും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഇതുപോലെക്കാലം കുഞ്ഞുങ്ങളോട് പറയട്ടെ, there is God, hallelujah, whom you can cry out. hallelujah. നിങ്ങൾക്ക് വിളിച്ചപേക്ഷിപ്പാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്ന് സഹായവും വരുമെന്ന് മറന്നു പോകരുത്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ദൈവമുണ്ടെന്ന് അറിയാമെങ്കിലും ദൈവത്തിന്റെ മക്കളാണെങ്കിലും പലപ്പോഴും വിളിച്ചപേക്ഷിക്കുവാൻ മറന്നു പോകുന്നു. നിങ്ങൾക്ക് കരയുവാൻ, നിലവിളിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കരയുന്നതിനേക്കാൾ, മനുഷ്യരുടെ മുമ്പിൽ കരയുന്നതിനേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ കരയുവാൻ നിങ്ങൾക്ക് കഴിയണം. ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ കഴിയണം. മാത്രമല്ല ദാവീദ് പറയുകയാ, പ്രാർത്ഥന കേൾക്കുന്നത് എവിടെ? There is a God who hears. It is not that we cry out to the Lord. കരയുമ്പോഴൊക്കെ ചില ആശ്വാസം ലഭിക്കുന്ന സൈക്കോളജി പഠിക്കാൻ കഴിയും. ഒന്ന് കരഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ, പലരോട് ഷെയർ ചെയ്താൽ ഒരുപാട് ആശ്വാസം കിട്ടും. എന്നാൽ ആ ആശ്വാസത്തിന് അപ്പുറത്തേക്ക് ദാവീദ് നീങ്ങുകയാണ്. It is not staying there. It is not that we can cry out to the Lord, but one more step ahead. When we cry, how God hears us. Praise the Lord. നാം കരയുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ വിളിച്ചപേക്ഷിച്ച് എനിക്കറിയാം എന്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഓൾസോ ഹല്ലേലൂയ. രണ്ടാം വാക്യത്തിൽ കാണുന്നത് പ്രകാരമാണ്, ഏത് സമയത്തും നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ ദൈവസന്നിധിയിലുണ്ട്. There is no timing for that. ഹല്ലേലൂയ. ഇന്ന സമയം വരെ ഇന്ന സമയം വരെ ദൈവത്തെ വിളിക്കാവുന്നില്ല. Any time, any moment, any situation, you can cry out to the Lord. That is the third thing. Fourth, God is our protection. Hallelujah. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ളതും. For you have been my refuge. Hallelujah. ദൈവത്തിങ്കൽ അഭയം പ്രാപിച്ചവനെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. Praise the Lord. ആ ചരിത്രമില്ല. ഹല്ലേലൂയ. പലപ്പോഴും അപകടത്തിൽ നാളുകൾ പെടുന്നത്, പലപ്പോഴും പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകുന്നത്, പലപ്പോഴും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അബദ്ധങ്ങളിലേക്ക് നാം പോകുന്നത്, പലപ്പോഴും വഴിവെടുപ്പിലേക്ക് നാം വീണ് പോകുന്നത്. ഹല്ലേലൂയ. We sometimes have an overconfidence that it is not yet the time to rely on God. നമ്മൾ വിചാരിക്കുമ്പോൾ സമയമായിട്ടില്ല ദൈവത്തിൽ ആശ്രയിക്കാൻ, കുറച്ചുകൂടെ ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാര്യം സെക്യൂറാണ്. Hallelujah. Now everything is okay. The time has not yet come yet to trust and rely and fall upon before God. No, there is nothing like that. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. Hallelujah. Our God is our protection. Hallelujah. From all the enemies. Hallelujah. എല്ലാം സുരക്ഷിതമായിരിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് സംരക്ഷണം ചോദിക്കാൻ മറക്കരുത്. എല്ലാ കാര്യങ്ങളും കൂട്ടി ഉറപ്പിച്ചു. Hallelujah. സ്തോത്രം. 7 liver താഴ്ത്ത് കൂട്ടിയാലും praise the Lord ചിലർക്ക് ഉറക്കം വരത്തില്ല. എന്നാൽ ഒരു കൂട്ടും ഇല്ലാതെ സ്തോത്രം ചെറ്റയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലേ, ചെറ്റക്കുടിൽ എങ്ങനെ അവർ ചെയ്യുന്നത്, ആ ഡോറിന് പറയുന്നത് അല്ലേ, ചെറ്റക്കുടിലെ ഡോറ് ചെറ്റയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കല്ല്, പൂച്ച കയറായിരിക്കും ഒരു കല്ലും വെക്കും. കാരണം പൂച്ച വരെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അത് നമുക്ക് ബുദ്ധി ഉപയോഗിക്കണം. കലം അടച്ചു വെച്ച് കിടന്ന് ഉറങ്ങിയവരാണ് നമ്മളെക്കാൾ സമാധാനം ഉറങ്ങിയിട്ടുള്ളത്. സ്തോത്രം. ഇന്ന് എല്ലാം കൂട്ടി ഒന്നുകൂടെ നോക്കണേ, ക്യാമറ നോക്കണേ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നവന് ഉറക്കം വരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സംരക്ഷണത്തിന് അപ്പുറത്തൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓൾസോ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകമേൽ ശരണം പ്രാപിക്കും. As a child of God, our desire is always to be with God. നിങ്ങൾ സംബന്ധിച്ചാലും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും deep in our heart, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും അവന് സമാധാനം ഉണ്ടാകുന്നത്, റെസ്റ്റ് ലഭിക്കുന്നത് ദൈവസന്നിധിയിലേ ഉള്ളൂ. സ്തോത്രം. പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യില്ല, നമ്മൾ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നാം ഇരുന്ന് ചിന്തിച്ചാൽ, സ്തോത്രം, ഒരു പാട്ടുണ്ട് പ്രകാരം, കടലിൽ ചെന്ന് ചേരാതെ നദികൾ അടങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ സ്കൂളിലൊക്കെ പാടി പാടാം. സ്തോത്രം. ഒരിക്കലും കടലിൽ ചെല്ലാതെ നദി ഒരിക്കലും അടങ്ങത്തില്ല. കടലിൽ ചെന്നാ ചേരുന്നത് അല്ലേ, അവിടേക്ക് അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് പോലെ നമ്മൾ എവിടെ കൂടെ ഒഴുകി പോയാലും, നമ്മൾ ഈ ഒരാഴ്ച ഇങ്ങനെയൊക്കെ ഒഴുകി നടന്നാലും ദൈവസന്നിധിയിൽ വരാതെ
our soul cannot find a rest. Hallelujah. Oh, hallelujah. What all comfortable situation we are, what all blessedness materialistically we enjoy in our life. We think that everything is fine with me, but still our soul thirsts for God. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, God notices our faith. Hallelujah. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. The heritage of those who fear your name. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. The heritage of those who fear your name. എന്നാൽ ദൈവഭക്തന്മാരുടെ ഒരു പാരമ്പര്യം. ഹല്ലേലൂയ. അവകാശം എന്നാണ് മലയാളത്തിൽ, പക്ഷേ ഹെറിറ്റേജ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറയാം, പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഒരുപാട് ഫാമിലി ഹെറിറ്റേജ് ഉണ്ട്, ലീനിയേജ് ഉണ്ട്, ലെഗസി ഉണ്ട്, എല്ലാം ഉണ്ട്. പലരും അതിൽ അഭിമാനം കൊള്ളുന്നവരാ. പക്ഷേ ഹല്ലേലൂയ, ഭൂമിയിലേക്ക് ദൈവം നോക്കുമ്പോൾ ശ്രേഷ്ഠകരമായ നോബിൾ ഫാമിലി കാണും, റോയൽ ഫാമിലി കാണും, ധനാട്യന്മാര് കാണും, വലിയ വലിയ ധനാട്യന്മാരുടെ ഭവനത്തിൽ ജനിച്ചവര് കാണും. ഹല്ലേലൂയ. റിച്ചസ്റ്റ് മാന്റെ ഫാമിലി കാണും. ഇതെല്ലാം ഉണ്ട്. പൊളിറ്റിക്കലായിട്ട് ശക്തന്മാരായ കുടുംബങ്ങൾ കാണും. ഹല്ലേലൂയ. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ കുടുംബങ്ങൾ കാണും. ഇതൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ ഉയരത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവ മക്കളായി തീർന്ന ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായ ഭക്തന്മാരുടെ സന്താനങ്ങളെ നോക്കിയിട്ട് ദൈവം പറയും, ഹല്ലേലൂയ, ഇതാണ് എന്റെ കുടുംബം. ഹല്ലേലൂയ, ഇതാണ് എന്റെ തലമുറ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രിയമുള്ളവരതാ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം അതുകൊണ്ട് മറ്റാരുടെ കൂടെയും ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആരും കൂട്ടത്തെ കൂട്ടിയില്ലെങ്കിലും God notices our faith. God notices where we belong. ദൈവം നോക്കുന്നു, നീ എവിടെയാണ്, നീ എവിടുന്ന് വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ആത്യന്തികമായി നാം ആരാണെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന 6 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഇവിടെ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കണമേ എന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിക്കുക. ഒരു മരണഭീതി പഴയ കാലത്ത് രാജാക്കന്മാരുടെ എല്ലാ ജീവിതത്തിലുണ്ട്. സ്തോത്രം. പണ്ടൊരു കൊച്ചു ചെറുക്കൻ രാജാവാണെന്ന് പറഞ്ഞ് റോയൽ ഫാമിലിയിലെ ആളാണ്. പക്ഷെ അവൻ രാജാവാണെന്ന് പ്രായമായിട്ട് ചിലരൊക്കെ പൊസിഷൻ ആഗ്രഹിക്കുന്നു. അവർക്ക് അറിയത്തില്ല ഇതിന്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട്. സ്തോത്രം. ചിലർക്ക് പാസ്റ്റർ ആവാൻ വലിയ ആഗ്രഹം, ഒരാഴ്ച പ്രസംഗിപ്പിച്ചാൽ അതിന് ആഗ്രഹം മാറിക്കും. സ്തോത്രം. അപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ടാണ്. സത്യശരിക്കുമ്പോൾ നല്ല സുഖമാണ് പറയാൻ, പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴേ അറിയത്തില്ല ഒരു പ്രയാസം. സ്തോത്രം. കമന്റ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇത് കടന്നു പോകുമ്പോഴേ അറിയത്തില്ല. പക്ഷെ ഈ പയ്യൻ രാജാവാണ്. അത് നോക്കുമ്പോൾ രാജാവ് പലപോലത്തെ വസ്ത്രമൊക്കെ ഇട്ട് കുതിരപ്പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും ഹോയ് ഹോയ് ഒക്കെ പറയും. അവൻ പറഞ്ഞു, എനിക്ക് രാജാവാണ്. അപ്പൊ ഇവൻ റോയൽ ഫാമിലി പെട്ടവനായിട്ട് സാധ്യത. അപ്പൊ അവനെ റോയൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കൊണ്ട് സിംഹാസനത്തിൽ ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞ് മേലോട്ട് നോക്കിയപ്പോൾ ഒരു വാൾ ഇങ്ങനെ തൂങ്ങി കിടക്കുക. വാള് കെട്ടിയിരിക്കുന്ന ഒരു നൂല്. അപ്പൊ ഇവൻ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ എനിക്ക് രാജാവാണ്. അവ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്താ ഇത് എപ്പോഴാ താഴെ വീഴുന്ന അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് രാജാവിന്റെ ലൈഫ്. രാജാവിന്റെ ലൈഫ് ഇതാ. രാജാവിനെ കൊലപ്പെടുത്ത വസ്ത്രങ്ങൾ രാജാവ് കുതിരപ്പുറത്ത് കയറുന്നു. രാജാവ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിക്കുന്നു. രാജാവ് സിംഹാസനത്തിരിക്കുന്നത് കാണത്തുള്ളൂ. പക്ഷെ ഹിഡനായിട്ടൊരു കാര്യമുണ്ട്, തലമേലൊരു വാള തൂങ്ങിക്കിടക്കണം. അത് ഏത് സമയത്തും വീഴാം. ഇതാണ് പഴയ കാലത്തെ രാജാക്കന്മാരുടെ ജീവിതം. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് പുറത്തു കാണുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ ഏത് സമയത്തും തലയമേൽ പതിക്കാവുന്ന കൂർത്ത മൂർത്ത ഒരു ആയുധം തലയ്ക്ക് മേൽ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, അത് വെച്ചോണ്ട് അവർ ഭരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരെവിടെ എന്ന് പറയുമ്പോൾ അടിയൻ ഇതാ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ അടിയൻ തന്നെ ചിലപ്പോൾ നാളെ വെട്ടിക്കൊല്ലാം അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് പണ്ടുണ്ടായിരുന്നത്. രാജാക്കന്മാർക്കെല്ലാം ആ ഭയമുണ്ട്. എന്നാൽ ദാവീദ് ദിവസത്തിൽ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിയോഗിച്ചവനെ ദൈവത്തിനെ മാറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിയുക്തരാക്കിയവരെ ദൈവത്തിനെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ദാവീദിന്റെ സിംഹാസനത്തെ എന്നേക്കും ഉറപ്പിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നേക്കും ദൈവത്തിൽ വസിക്കും. ഹല്ലേലൂയ. അവനെ പരിപാലിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് അവസാനമായി 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇൻ ഓൾ തിങ്സ്. ഹല്ലേലൂയ. വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻ. ഹല്ലേലൂയ. ദാവീദ് ആദ്യം അപേക്ഷയാൽ കരച്ചിലിനാൽ നിലവിളിയാൽ തുടങ്ങിയ ഈ സങ്കീർത്തനം അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാദോറും കഴിക്കുകയും. I praise God your name all the time. Hallelujah. നിലവിളിയോടെ, കണ്ണുനീരോടെ, ഭാരത്തോടെ, ഹല്ലേലൂയ, കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ, ഹല്ലേലൂയ, ടെൻഷൻ നിറഞ്ഞ അനുഭവത്തിൽ തുടങ്ങിയ പ്രാർത്ഥന അവസാനിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചോണ്ടാണ്. ദൈവവേദന നീ കണ്ണുനീരോടെ ദിവസത്തിലിരുന്നാലും, കണ്ണുനീർ വാർത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ പായലിരുന്നാലും, എഴുന്നേൽക്കുമ്പോൾ സ്തുതിയോടെ എഴുന്നേൽക്കണം.
സ്തോത്രത്തോടെ എഴുന്നേൽക്കണം, ആരാധനയോടെ എഴുന്നേൽക്കണം, ദൈവമഹത്വത്തോടെ. എന്നാൽ പരാളക്കാരി ആലയത്തിലേക്ക് നീ കടന്നു വന്നപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഇവിടെ ആശങ്ക ഉണ്ടാകാം. എന്നാൽ നീ ദൈവസന്നിധിയിലായിരിക്കുന്നത് സകലത്തിന്റെ കാരണഭൂതനും സകലത്തെ നിയന്ത്രിക്കുന്നവനും സകലത്തിന്റെ പേരും അധികാരമുള്ള സൃഷ്ടിതാവായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇവിടെയുള്ള മറ്റാരെ കാണുവാനാണ് നാം വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ആരുടെ മഹത്വമല്ല നാം പ്രകീർത്തിക്കുന്നത്. എന്റെ ദൈവത്തെ ആരാധന കടന്നു വന്നിരിക്കുമ്പോൾ ആരാധന വിടുതലോടെ നാം പാടി, പ്രാർത്ഥിച്ചാൽ ഉത്തരവോടെ നാം പാടി, യാചിപ്പിൽ ലഭിക്കുമെന്ന് നാം പാടി. എന്നാൽ ഇന്നുകൊണ്ട് രാവിലെ കാലം വിശ്വാസത്തോടെ സന്തോഷത്തോടെ വിടുതലോടെ കടന്നു വന്നതുപോലെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. വിടുതലോടെ കടന്നു പോകുവാൻ നമുക്കിടയായി തീരണം. ഒരു നിമിഷം ദിവസം നടക്കുക. ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. കർത്താവേ, ദൈവസന്നിധി കടന്നു വരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു ലെഗസി, ഒരു ഹെറിറ്റേജ് എനിക്ക് ലഭിക്കണം. നിന്നെ ഭയപ്പെടുന്ന അവകാശം അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പിൻപറ്റുവാൻ ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. We are blessed and fortunate and privileged to follow this God. Let us raise our hands for a moment. നമ്മുടെ കരങ്ങളെ ദൈവത്തിൽ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ നന്ദി പറഞ്ഞാട്ട് കർത്താവിന് ആരാധന അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ. ഇത് രാവിലെ കാലം ഭാരമുള്ള ഹൃദയത്തെ, ഭാരത്തോടെ ഇരിക്കുന്ന വിഷയങ്ങളുണ്ടവൻ ദൈവത്തിന്റെ നീതി വെളിപ്പെടേണ്ടതിനായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ ചലിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവിക പരിപാടിയുടെ വിഷയങ്ങളുണ്ടവൻ വെളിപ്പെടുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. മനുഷ്യരുടെ ആശ്രയം വിട്ടിട്ട് ദൈവത്തിലേക്ക് ഹൃദയത്തെ പകരുവാൻ, ദൈവത്തിലേക്ക് ഹൃദയത്തെ ഉയർത്തുവാൻ, ഇതുപോലെ കാലം ദിവ്യ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുന്ന ആ മഹനീയമായ അനുഭവം ദൈവം നമുക്ക് നൽകി തരട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി നേരിട്ടാൽ തൃപ്തമാർക്കുന്ന ദൈവമുണ്ട്. അവൻ നമ്മെ കടാക്ഷിക്കുന്ന ദൈവമാ. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, രാവിലെ കാലം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന്, അങ്ങയുടെ ഏത് സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന്, അങ്ങയുടെ പരിപാലകനെന്ന്, അങ്ങയുടെ സംരക്ഷകനെന്ന്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമെന്ന് കർത്താവേ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കുക. സ്തോത്രം. രാജാവിന്റെ ജീവനെ പരിപാലിക്കുന്ന ദൈവം, അഭിഷിക്തനെ കാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്നവനാകയാൽ അവനെ ഭയപ്പെടുവാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാൽ, ദൈവ ഭയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ, ദൈവ മക്കളായി തീർന്ന അങ്ങേ സേവിപ്പാൻ, ദൈവഭയത്തോടെ വാക്കുകൾ ഉച്ചരിപ്പാൻ, ദൈവഭയത്തോടെ സഹോദരൻ ചെയ്യുവാൻ, സഹോദര സ്നേഹത്തോടെ ജീവിപ്പാൻ, ദൈവഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ, അവിടുത്തെ പരിപാലനം അനുഭവിച്ചറിയുവാൻ, കർത്താവേ സകലത്തിലുപരിയായി സകലത്തിലും അങ്ങ് സ്തുതിപ്പാൻ, ഏത് ജീവിത സാഹചര്യത്തിലും സ്തുതിയും മഹത്വം അങ്ങേക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ളൊരു ജീവിതം, ഹല്ലേലൂയ, ആ ഉറപ്പ് വരുത്തിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ സംഘത്തിനോട് ഞങ്ങൾ സംസാരിച്ചവിടുത്തെ ദയയ്ക്കായി സ്തോത്രം. തുടർന്ന് നിമിഷം ഞങ്ങൾ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയിട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടാൽ നമുക്ക് സ്തുതിക്കാം. കുഞ്ഞുങ്ങളുടെ കടന്നു വരുവാൻ നമ്മുടെ വേഴ്സ് പറയും. അതിനുശേഷം പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. Please come forward for your memory verses. Praise God. Hallelujah. Thank you, Jesus. James 3 verses 17 to 18. But the wisdom from above is first of all pure, is also peace-loving, gentle, kind, and willing to yield to others, is full of mercy and the fruit of good deeds, and shows no favoritism and is always sincere. And those who are peacemakers will plant seeds of peace and reap a harvest of righteousness. Let everything that's good praise the Lord, praise the Lord. Psalms 150 verse 6. Psalms 21 verses 1 and 2.
Lord. Lord, how great is his joy in the victories you give. You have granted him his heart's desire, and you have not withheld the request of his lips. Praise you. Hallelujah. Psalm 47, verses 7 and 8. God rules over all the earth. For God is the King of all the earth. Sing to him a psalm of praise. God reigns over all the nations. God is seated on his holy throne. Isaiah chapter 45, verse 1. O Lord, you are my God. I will exalt you, for you have done wonderful things. Your counsels of old are faithfulness and truth. Taste and see that the Lord is good, and blessed is the one who takes refuge in him. Psalms 34, verse 8. Praise the I Lord. will praise you, O Lord, with all my heart, and I will glorify your name forevermore. Psalms 86, verse 12. Amen. Amen. Praise God. Psalm 50, verse 6. Let everything that has breath praise the Lord, praise the Lord. Blessed is the man who endures temptation, for when he has been uprooted, he will receive the crown of life which the Lord has promised to those who love him. Let no one say when he is tempted, I am tempted by God, for God cannot be tempted by evil, or does he himself tempt anyone. James 1, verse 12 and 13. Hallelujah. Praise the Lord. Romans 12, verses 11 to 13. Never be lacking in zeal, but keep your spiritual fervor serving the Lord. Be joyful in hope, patient in affliction, and faithful in prayer, sharing with the Lord's people who are in need, practicing hospitality. Galatians chapter 6, verses 9 to 10. And let us not grow weary of doing good, for in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially to those who are of the household of faith. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you, I will help you. I will uphold you with my righteous right hand. Behold, all those who are incensed against you shall be put to shame and confounded. Those who strive against you shall be found as nothing at all and shall perish. You shall seek those who contend with you, but you shall not find them. Those who are at war with you shall be as nothing at all. For I, the Lord your God, hold your right hand. It is I who say to you, fear not, for I am the one who helps you. Isaiah 41, verses 10 to 13. Praise the Lord. Hallelujah. Then Jesus had said to them, the voice did not come down because of me, it came down because of you. For the time of judgment is near, and the voice has come to cast away the ruler of this world. John 12, verses 31 to 32. Praise God. Hallelujah. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാനെന്നും എൻ്റെ പ്രിയനേ വാഴും. ഞാനെന്നും എൻ്റെ പ്രിയനേ വാഴും. ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ
there are two Plantations. plantations of banana in it. അപ്പൊ അത് 2 വാഴക്കൊലയും വെട്ടിക്കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് പണ്ട് ഇത് കള്ളം കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അന്നത്തെ കള്ളന്മാരുടെ കാലമാണ്. പ്രാർത്ഥന സ്വോത്രം ചെയ്ത് പ്രാർത്ഥനയ്ക്ക് പോയി. He was supposed to take this to the church because at that time there was a chance of that being stolen, and then he prayed and went to church. കാരണം വാഴക്കൊലം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. He can't take the banana plantation and go with him. അപ്പൊ ഈ വാഴക്കൊലക്കെട്ട് സ്വോത്രം ചെയ്തിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ 2 കൊലയും പോയി. He prays about the plantation. He went to church. By the time he came back, both the banana plantation was. നാളെ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് കൊലയാ. ഇത് വിറ്റിട്ടാ. Tomorrow he has to go to the market and sell these banana plantations. 2 ആഴ്ചത്തേക്കുള്ള പ്രൊവിഷനുള്ള കൊലയായിരുന്നു, അല്ലെങ്കിൽ 1 മാസത്തേക്കുള്ളത്. There was a provision for 1 month. പക്ഷേ വന്നപ്പോ അത് അന്ന് വരുന്ന പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 11:30 പ്രാർത്ഥന കഴിഞ്ഞ് വരും. നമ്മളോട് സ്റ്റോക്ക് നോക്കിയുള്ള പ്രാർത്ഥന അല്ല അന്നത്തെ കാലത്ത്. At that time when they used to pray, they used to go for many hours. They would not just see the time; they would come very late. ഇത് കണ്ടോണേ ഉപദേശം പറയുന്നറിയാമോ? ഗബ്രിയേലേ, മീഖായേലേ, അറസ്റ്റ്. When the pastor saw that, he called on the angels Gabriel and Michael to arrest them. ഗബ്രിയേലും മീഖായേലും പുരുഷധരിക്കാതെ ദൈവം പറഞ്ഞയക്കുന്ന, എന്നാലും ആ ഭക്തിയുടെ, ആ ദൈവഭക്തിയുടെ, വിശുദ്ധിയുടെ ആ നേതൃത്വം ഗബ്രിയേലിനെ മീഖായേലിനെ ഏൽപ്പിച്ചിട്ട് പോയതാ. അദ്ദേഹത്തിന്റെ അറിവിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള അറിവ് ഗബ്രിയേലിനെ മീഖായേലെ അറസ്റ്റ് എന്ന് പറഞ്ഞു. In that faithfulness, in that holiness, that is why he called out to Gabriel and Michael to come and arrest them. നമുക്കൊന്നും പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അന്നത്തെ ആ ഭക്തന്മാർക്കൊക്കെ അത്രയ്ക്ക് വിശ്വസിച്ചാണ് താൻ പ്രാർത്ഥനയ്ക്ക് പോയത്. We don't have that kind of faith that those people at the older times had. Praise the Lord. അന്ന് അങ്ങനെ പറഞ്ഞു, ഭാരത്തോടെ പ്രാർത്ഥിച്ചു ഉറങ്ങി. ഹല്ലേലൂയ. സ്വതന്ത്രം ഞാൻ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച എങ്ങനെ കഴിയുമെന്നുള്ള ഭാരമൊക്കെ ഉണ്ട്. രാവിലെ ആയപ്പോൾ 2 കൊലയും ഉമ്മറത്തുണ്ട്. He prayed about that, but with great burden he went to sleep. But when he got up in the morning, he saw both that banana plantations over there. Praise the Lord. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. This is the work of God. ഞാൻ പറഞ്ഞത് നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ആ ഉറപ്പ് നമുക്കുണ്ട്. We cannot demand anything to God, but we have a God who has grace, who shows grace towards us, and we can ask God to show that continue His work in us. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കണം നമുക്ക് എല്ലാം ആഗ്രഹമുണ്ട്, അല്ലേ? We have a desire that our answers to our prayers would happen really fast. ജൽപ്പനങ്ങളിലും നമ്മുടെ കാരണം കാണിക്കലിലും നമ്മുടെ സ്വയം നീതി നിരത്തലിലും ഒന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി പെട്ടെന്ന് കിട്ടത്തില്ല. Just for our desires, we would not get a fast answer. നമ്മുടെ സെൽഫ് റൈറ്റസ്നെസ്, സ്വയം നീതി ഉയർത്തിയാലോ, ദൈവമേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാരണം കാണിച്ചാലോ പ്രാർത്ഥനയ്ക്ക് മറുപടി പെട്ടെന്ന് കിട്ടും. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനല്ല. When we show our self-righteousness to God, saying that, this is the way I am, do not expect the answers to be answered really fast. It is not how it works. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ. ഒരു വിഷയം വരുമ്പോ അയ്യോ എന്നോട് എന്നാലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. When something happens to us, we even have the automatic thought comes in our mind that God should not have done to such a righteous person like myself. ദൈവം ഏറ്റവും നീതിമാനോടും എന്ത് ചെയ്താലും ദൈവത്തിന് മുമ്പിൽ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ല. Even if God does bring a difficult situation to the most holiest person, nobody can question God about it. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുന്ന സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കുന്നത് നിന്റെ വിഷയങ്ങൾക്ക് മീതെ ദൈവത്തെ ഉയർത്തണം. If you need a quick answer to the situation that you're praying for, the most important thing is to lift the name of God. നെഹമ്യാവിന്റെ പ്രാർത്ഥന ദൈവത്തെ ഉയർത്തുന്ന പ്രാർത്ഥന. Nehemiah's prayer is a prayer that lifts the name of the Lord. ഇവിടെ പറയുന്നു 9-ാം അധ്യായത്തിൽ 5-6 വാക്യം വായിക്കുമ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തെ ഉയർത്തുന്ന നെഹമ്യാവിനെ നമുക്ക് കാണാൻ കഴിയും. When we read chapter 5 and 6, it is a prayer that lifts the name of the Creator God. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, സ്തോത്രം. ഇവർ പറയുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവിൻ, സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും, ഹല്ലേലൂയ, ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെ രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യത്തിനെ നമസ്കരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനായ, സകലത്തിന്റെയും സൃഷ്ടിതാവായ യഹോവ. ഇതാണ് പ്രാർത്ഥന ആദ്യത്തെ ശബ്ദം. ഹല്ലേലൂയ. The first sound that Nehemiah prayer says in chapter 5 and 6, stand up and bless the Lord your God forever and ever. Blessed be your glorious name, which is exalted above all blessings and praise.
You alone are the Lord. You have made heaven, the heaven of heavens with all their host, the earth and everything on it, the seas and all that is in them. You preserve them all, and the host of heaven worships you. നമ്മുടെ പ്രാർത്ഥനകളൊന്നും നമ്മൾ ദൈവത്തെക്കുറിച്ചൊന്നും പറയാറില്ല. In our prayer, we do not talk anything about God. നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അത് പ്രസംഗിക്കുമ്പോൾ പറയാനല്ല, അല്ല, പ്രാർത്ഥനയിലും ദൈവത്തെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. We should not just talk about God only through our messages, but we should talk about God even through our prayers. നമ്മുടെ പലചരക്കുകളുടെ കണക്ക് പറഞ്ഞാൽ സാധാരണ ഓടത്തില്ല, ദൈവത്തിന്റെ നാമം ഉച്ചരിച്ച് അവിടെ ഓടും. When we talk about ourselves, it would not have any effect on Satan, but when we use the name of God, he will run away. അത് നമ്മളോട് ഒത്തിരി കേട്ടതാ. We've heard many times about it. എല്ലാ തിങ്കളാഴ്ച വൈകിട്ടും കേട്ടോണ്ടിരിക്കുക. We hear this every Monday night. എല്ലാ വെള്ളിയാഴ്ച കേട്ടോണ്ടിരിക്കുക. We hear this every Friday. എല്ലാ ശനിയാഴ്ച കേട്ടോണ്ടിരിക്കുക. We hear this every എല്ലാ Saturday. ഞായറാഴ്ചയും വീണ്ടും കേട്ടോണ്ടിരിക്കുക. We always again hear it on Sunday. പുതിയതെല്ലാം പറയാമോ? Is there anything new to say? നമ്മൾ പറയും എന്റെ ദൈവം സൃഷ്ടിതാവ്, We say God is our creator. എന്റെ ദൈവം എനിക്ക് നല്ലവനാ, God is good to me. എന്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അടുത്തതായി 7 വാക്യം വായിക്കുമ്പോൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. In Mary 7 and 8, it talks about the promise-keeping God. Praise the Lord. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നമ്മളൊരു ഫോർമാറ്റ് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. അതിലൊരു ഗൈഡൻസ് ആണ് നെഹെമ്യാവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. We should have a format when we are praying, and that format is given by Nehemiah. ഒരു സാധ്യതയുമില്ലാത്ത വിഷയത്തിന്റെ മേൽ ദൈവം നീ പറഞ്ഞേ, ദൈവം നീ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാ, പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്തം നീ നിവർത്തിക്കുന്ന ദൈവമാ എന്നതിനെ വായിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. When there is no deliverance in a particular situation, we just have to say that you are the promise-keeping God. You are there to deliver me. Praise the Lord. Hallelujah. നെഹെമ്യാവ് പറയുക, ഹല്ലേലൂയ, ദൈവമേ, സകലത്തിനും പേരിന്റെ ദൈവം, സകലത്തിനെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ നീ അവന്റെ ഹൃദയത്തെ നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അതുകൊണ്ട് നീ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് നിയമം ചെയ്തതാ. നീ നീതിമാനായിരിക്കാൻ നിന്റെ വചനങ്ങളെ നിവർത്തിക്കുന്ന ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. Nehemiah says over here that you have promised these things to all of us, and you are a righteous God, and you are the God who delivers it to us. ഹല്ലേലൂയ. ദൈവം നീ പറഞ്ഞു തന്നേ ഒക്കൂ, ആ ഒരു മനോഭാവമല്ല. കർത്താവ് നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, അത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. We should not pray that God, because you are God, you are supposed to give it to me. We should pray that you are a promise-keeping God, and please give it to me. 9 മുതൽ 12 വാക്യം വായിക്കുമ്പോൾ 9-12 നമ്മൾ കാണുന്നത് വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. When we read from verse 9 to 12, we see that it is a delivering God, or a deliverer God. അവിടെ തന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച, ആ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയുക, ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവമാണ്. ഹല്ലേലൂയ. Over here they talk about a prayer where the Israelites were under the yoke of the Egyptians, under the yoke of the Pharaoh, and this is a God who delivered us from our slave masters. Praise the Lord. Hallelujah. അടുത്തതായി 13-14 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഹല്ലേലൂയ, സീനായ് മലയിൽ വെളിപ്പെട്ട വിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. Verse 13 and 14 we see that he is a God who came down on Mount Sinai, and he is a holy God. Praise the Lord. വിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധി. പ്രാർത്ഥനയിൽ ദൈവിക വിശുദ്ധി നാം ഉച്ചരിക്കാറുണ്ടോ? കർത്താവേ, നീ വിശുദ്ധനാ, യു ആർ എ ഹോളി ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു വലിയ വിടുതലിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. In our prayers, do we confess that do we tell God that yes, you are a holy God, and if we say that yes, you are a holy God, there is a deliverance to it. പരിചയമാക്കിയത് പറയുക, ഓ ഗോഡ്, യു ഹാവ് പ്രൊവൈഡ്, നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. നിന്റെ കരത്താൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അപ്പവും ദാഹത്തിന് വെള്ളവും പാറയിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവമാ. അത് കേട്ടുകൊണ്ട് അതോട് പറയുന്നത് നമ്മുടെ തലമുറയോട് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നാം പറയണം. ഹല്ലേലൂയ. In verse chapter 15 it says, you gave them bread from heaven to their hunger, and brought them water out of the rock for their thirst. And this is what we are supposed to teach our generations, that God is a providing God. അബ്രഹാം ദൈവത്തോട്, കർത്താവേ, മോറിയ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു ആട്ടുകൊറ്റനെ റെഡിയാക്കി നിർത്തണം എന്നല്ല പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ദൈവമേ, നീ കരുതുന്നവനാ. When Abraham went to the Mount of Moriah for the sacrifice, he didn't say that God make a ram ready for me for the sacrifice. He just said that you are a providing God. യഹോവ ഇരേ. ഹല്ലേലൂയ. Jehovah Jireh. ദൈവമേ, തരണേ തരണേ എന്ന് പറഞ്ഞാൽ അപ്പുറമായിട്ട്, ദൈവമേ, നീ എന്നെ എനിക്ക് തരുന്നവനാ. യു ആർ പ്രൊവൈഡർ. നീ കരുതുന്നവനാന്ന് പറയുന്നതാണ് ഒന്നുകൂടെ ശക്തമായ പ്രാർത്ഥന. Our prayer should be more strengthened by saying that God, you are my provider God. നമ്മള് രാഷ്ട്രീയക്കാരോട് തരണേ 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 എന്നുള്ള പറച്ചിൽ നമുക്കറിയത്തുള്ളൂ. അതല്ല,
ദൈവത്തിന്റെ നാമത്തെ ഉച്ചരിച്ച് നീ പറയുമ്പോൾ പുറപ്പെടുവാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ നാമത്തെ നീ ഉച്ചരിക്കുമ്പോൾ, ഓ യഹോവ ഇരേ എന്ന് ഇന്നും ഭക്തന്മാർ പറയുന്നത് ദൈവത്തിന്റെ കരുതല് അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കണ്ടതുകൊണ്ടാണ്. എത്ര സുധിമാരി കഴിയും. Hallelujah. Praise the Lord. Unlike the politicians, when they say to give, when we see in Abraham's life, because of his righteousness, he said and he confessed, Jehovah Jireh, God is my provider. Hallelujah. God, you are provider. നീ കരുതുന്നവനാ, പിതാക്കന്മാർ കരുതിയവനാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. Hallelujah. Isaiah says over here that you are the God of our provider, God. Just like you provided to our forefathers, you provide to us. 14 വായിക്കുമ്പോൾ കാണുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു ദൈവം. Hallelujah. When we read in chapter 16 to verse 16 to 18, He is a God that never rejects us. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ പാപം ചെയ്തു. Hallelujah. വഴി വിട്ടുപോയി. എന്നാൽ നീ ഞങ്ങളെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. Hallelujah. Over here, Nehemiah was praying that our forefathers sinned against you. They moved away from you, but still you are never rejecting them. അടുത്ത 19-20 എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയത്ത് വായിപ്പിക്കാത്തത് 37 വാക്യം വരെയും ദൈവത്തെ കുറിച്ചാണ് നെഹമ്യാവ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. Even from 19 to verse 37, it says that God talks about the different attributes of God. Praise the Lord. അടുത്തതായി പറഞ്ഞു, you are a കരുണയുള്ള ദൈവമാണ്. The next day saying God is a compassionate God. കരുണ കാട്ടണ ദൈവമേ എന്ന് പറഞ്ഞാൽ അപ്പുറം പറയുന്നത് ദൈവം നീ കരുണയുള്ളവനാണ്. We always have to pray that God, you are a compassion God. Praise the Lord. അടുത്തതായി 22-25 വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ദൈവം ദയാലുവാ. He is a generous God. Hallelujah. Verse 22 to 25 says about how God is generous. Hallelujah. പിന്നെ പറയുന്നു ദൈവം, ഹല്ലേലൂയ, 26 വാക്യം വായിക്കുമ്പോൾ അവർ പറയുക, പിതാക്കന്മാർ നിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു, നിന്നെ തിരിച്ചു കളഞ്ഞു. ഓ ഹൃദയ തകർച്ചയുള്ളൊരു ദൈവം. A heartbroken God. Hallelujah. In verse 26 it says about a heartbroken God where the people, our forefathers, when they went away from God, they broke his heart. Praise the Lord. ദൈവത്തെ ദുഃഖിപ്പിച്ച, ദൈവത്തെ തിരിച്ചു കളഞ്ഞ പിതാക്കന്മാർ, ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചപ്പോ ദൈവമേ അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. Our forefathers who have rejected you, have sinned against you and who pushed you away, we recognize that you are a heartbroken God. Praise the Lord. അടുത്തതായി പറയുന്നു 27-31 വാക്യം പറയുന്നു, you are a just God. നീതിമാനായ ദൈവം, നീതിയുള്ള ന്യായാധിപതിയായ ദൈവം. In 27 verse 27 to 31 it talks about how God is judge or how God is righteous. പ്രിയമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കർത്താവേ ഇവിടെ എനിക്ക് നീതി ലഭിക്കണം, ദൈവം നീതിയായിട്ട് എനിക്ക് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി ശക്തമാണ് കർത്താവേ നീ നീതിമാനാ എന്ന് പറയുന്നത് ശക്തം. When we have situations in life, we always pray to God that He should show His righteousness or He should show His just. But we should understand that beyond that, God is righteous and He is just. എനിക്ക് നീതി ലഭിക്കുന്നില്ല, എനിക്ക് നീതി അവകാശപ്പെട്ടതാ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സ്പോട്സ് ഓഫ് അൺറൈറ്റസ്നെസ്, അനീതിയുടെ കണികകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഓർത്തോണം. When we ask for righteousness to happen in our life or just to happen for life, when we claim that it's supposed to happen in our life, there are spots of unrighteousness happening. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ദൈവമേ എനിക്ക് അവകാശപ്പെട്ടതായത്. Do you understand the difference about this? We say that we are supposed to inherit this justice. ദൈവമേ എനിക്ക് അവകാശപ്പെട്ടതാ. നീതിക്ക് വിരുദ്ധമായിട്ട് എന്നോട് ഇവിടെ ചെയ്യുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞ് എന്നെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും അതിനപ്പുറമായി ദൈവം നീ നീതിമാനാ, നിന്റെ നീതിയുള്ള കടലിലൂടെ നീ കാണണമെന്ന് പറയുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, ഒത്തിരി ഏറ്റക്കുറച്ചിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. There's a huge difference when we say that I deserve this just or I deserve this righteousness because of the unfair that happened to my life. But there's a difference between saying that I deserve this justice and you are a just God. പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഭയപ്പെടുന്ന അർഹമായത് എനിക്ക് അർഹമായതാണ്, അതെന്നിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു, അർഹമായി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കായി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ നീതി വെളിപ്പെടണേ, നീ നീതിമാനാണ് എന്ന് പറയും. അർഹത, എന്റെ അർഹത ഒന്നുമില്ല ദൈവസന്നിധിയിൽ. ഓ അർഹതയൊക്കെ നമുക്ക് പാലിപ്പിക്കാൻ നമുക്ക് അവകാശപ്പെടാം, എന്നാൽ അതിനപ്പുറത്തായി ദൈവം നീ നീതിമാനാ, ഈ വിഷയത്തിൽ നമ്മെ നിന്റെ നീതി വെളിപ്പെടണമേ എന്ന് പറയുന്നതാ ദൈവത്തെ അറിഞ്ഞുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. Sometimes when we pray, we think to ourselves that I deserve this righteousness, that I deserve this justice. But sometimes we have to go beyond that and say that Jesus, God, your righteousness should be revealed. ഹല്ലേലൂയ. അർഹമായത് കിട്ടുമ്പോൾ നമ്മുടെ കയ്യാ അളക്കുന്നത് അല്ലേ? When we talk about receiving justice, we are measuring it to the palms of our hands. Whatever things I deserve, എനിക്ക് അർഹമായെന്ന് പറയുമ്പോൾ എന്തുവാ?
നമ്മുടെ കൈ അളക്കുന്നത്. When we think about what we deserve, we are taking it by the palm of our hand. എന്നാൽ ദൈവത്തിന്റെ നീതിയിൽ കൈക്ക് വലുപ്പമുണ്ട്. But the righteousness of God is bigger than our grasp. അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടാൽ, If the righteousness of God is revealed, ഇന്നലെ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടാൽ, yesterday when I said that the glory of God is revealed, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, the glory of God is Praise revealed. the Lord. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടാൽ, When the righteousness of God is revealed, എല്ലാ മനുഷ്യന്റെ ചിന്തയ്ക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നീതിയുള്ള കരം നമുക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് എല്ലാവരും സ്വതന്ത്ര പ്രാർത്ഥിക്കുന്നതാലേ നിന്റെ നീതിയുള്ള കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. ഹല്ലേലൂയ. everything that is beyond our understanding, we can see the righteousness of God being revealed. ഹല്ലേലൂയ. 27 മുതൽ 30 വാക്യങ്ങൾ പറയുമ്പോൾ നെഹെമ്യാ പറയുക, ദൈവമേ നീ സ്നേഹനിധിയായ ദൈവമാ, you are a loving God. Hallelujah. In verse 32 to 35, it says that God is a loving God. Praise the Lord. Hallelujah. ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, അതൊരിക്കലും മാറ്റമില്ലാത്തതാ. കർത്താവേ, എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അതൊക്കെ പറയുന്നത് ഈ അബ്സ്ട്രാക്ട് നൗൺസ് ഒക്കെ എടുത്ത് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറമായി ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ, When we feel that there's no love in our life, when we feel that nobody's giving us peace or love or satisfaction in our lives, we have to understand that we are worshiping a loving God and He can provide that love to us. Praise the Lord. സ്നേഹത്തിന്റെ കൂടെ ഇതെല്ലാം ഉണ്ട്. Everything comes along with love. ആത്മാവിന്റെ ഫലം ഒന്നേ ഉള്ളൂ കേട്ടോ, സത്യം പറഞ്ഞാൽ. There is one fruit of the Spirit, That is love. അത് which is സ്നേഹം. love. സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിക്കുന്ന ബാക്കിയെല്ലാം. അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ലേ പറഞ്ഞത്, ഫലമോ, the fruit of the Spirit അല്ലേ. It does not say the fruits of the Spirit, but it says the fruit of the Spirit. അത് സ്നേഹമാണ് ഫലം. The fruit is love. അത് ദൈവ സ്നേഹമാണ്, നമ്മൾ പറയുന്ന സ്നേഹമല്ല. It's not the kind of love that we give. പിള്ളേരെ കൊണ്ട് I love you, I love you, love അല്ല ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം അഗാപ്പെ, അൺകണ്ടീഷണൽ, ആഴമേറിയത്, ഫുൾ പാക്കേജ് ആയി ലഭിക്കുന്നത്, അതിന്റെ മുമ്പിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, അതിനെതിരെ നിൽക്കുവാൻ കഴിയാത്ത ശക്തമായ ദൈവസ്നേഹം. ഹല്ലേലൂയ. Our God is the love of God is unmeasurable. It is unconditional and it has no bounds, and nothing can stand against the love of God. ദൈവസ്നേഹത്തിന് വലിയ ശക്തിയുണ്ട് കേട്ടോ. There's a great strength in the love of God. ദൈവസ്നേഹം ഒരു സോഫ്റ്റ് ഫീലിംഗ് ആയിട്ട് നമ്മൾ കാണരുത്. We should not feel that there's a soft feeling in the love അത് of God. മൃദുവായി നമുക്ക് അനുഭവപ്പെടുന്ന, പക്ഷെ അതിന് വലിയ ശക്തിയുണ്ട് നാം മനസ്സിലാക്കണം. We can experience it, but it has a bigger strength in it. Yes, it has great strength. ദൈവസ്നേഹം വളരെ ശക്തിയുള്ളതാണ്. It has a great strength in it. ദൈവസ്നേഹത്തിൽ ഉരുത്തിരിയുന്ന മുഴുവൻ കാര്യങ്ങളും From God's love is where all it comes from. ആത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വേർതിരിക്കുന്ന അത്യന്ത ശക്തിയുടെ ഒറ്റ നേച്ചർ സ്നേഹം, ദൈവസ്നേഹം. ഹല്ലേലൂയ. When God's strength or Spirit comes in our lives, we will give out love. Praise the Lord. 36-37 വായിക്കുമ്പോൾ അവിടെ പറയുന്നു the ever present God. Hallelujah. When we read verse 36 to 37, it talks about the ever present God. Hallelujah. എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. The God is always going to be with us. ഈ വാക്യ അധ്യായങ്ങൾ നീ വീട്ടിൽ പോയി നേരിട്ട് വായിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് റീഫോർമാറ്റ് ചെയ്ത്, കർത്താവേ നിന്നെ ഉയർത്തിയുള്ള പ്രാർത്ഥന. വിഷയം എന്ന് പറഞ്ഞു നിനക്ക് വലിയ ഭാരമുള്ള ഒരു വിഷയം ഉണ്ടാകാം, ആ വിഷയത്തെ പറ്റി നീ ഒരു വാക്ക് ഉച്ചരിച്ചില്ലെങ്കിലും ദൈവത്തിന് അറിയാം എന്താ വിഷയം. When we read the chapter, I encourage you to read this chapter 9 and reformat the way that we pray, focusing on lifting God's name and the works of God. God already knows what your situation is. He knows what your prayer matters are. But focus on lifting up God's name. അതുകൊണ്ട് വളരെ പറയുന്നേ, ഈവൻ ബിഫോർ വി ആസ്ക്, നമ്മൾ ചോദിക്കുന്ന മുമ്പേ നമ്മുടെ കാര്യം അറിയണം എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടുതൽ വിശദീകരിക്കേണ്ട. ദൈവസന്നിധിയിൽ നിന്റെ പ്രശ്നത്തിന്റെ കാമ്പിരിക്കുന്ന ദൈവത്തെ ഉയർത്തുന്നില്ല, നീ ദൈവത്തെ ഉയർത്ത് അവിടെ വിടുക. Even the Bible says that God knows our issues even before we pray about it. You don't need to put an explanation about it. We just need to present it in front of God, and then He can bring a deliverance to it. ഒറ്റ വാചകത്തിൽ നിന്റെ വിഷയം പറയാം, പറയാൻ നിർബന്ധമുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. You can use just one word to tell your issue, and you don't need to make any explanation about it. God already knows. Rest of the time of prayer, പ്രാർത്ഥന ബാക്കിയ മണിക്കൂറുകളിൽ നീ ദൈവത്തെ ഉയർത്തുക. The rest of the time we should be lifting God's name up. ദാവീദ് അവിടെ ചെന്നിട്ട് ശൗലിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സിംഹത്തെ കൊന്നതാ, ഞാൻ കരടിയെ കൊന്നതാ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഗോലിയാത്തിന്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ല. ഗോലിയാത്തിന്റെ അടുത്ത് ഇത് പറഞ്ഞു, ദൈവമായ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ.
David has told Saul, Praise the Lord. told that I've killed a lion, I've killed a bear. But when he went against Goliath, he said that I'm coming against you in the name of the Lord. അത് വീരവാദം പുഴകയല്ല. ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കണേ, ശൗലിന്റെ അനുവാദം വേണം. അതിന് പറഞ്ഞതാ ഹല്ലേലൂയ, വഴി വെട്ടി തുറക്കാൻ പറഞ്ഞതാ, അവനെ ഉയർത്തി പറഞ്ഞതല്ല. വഴി വെട്ടി തുറക്കലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യ വാചകം. പിന്നെ ഉയരുന്ന ദൈവനാമമായിരിക്കണം. ഹല്ലേലൂയ. He had to take Saul's permission to go fight against Goliath. And that is what he was saying, that he was coming in the name of the Lord. നമ്മളുടെയൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പ്രാർത്ഥനാവിഷയമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും പിന്നെ പ്രാർത്ഥിക്കാതെ മൂടും പോകും. കാരണം ഈ പ്രശ്നമെല്ലാം കൂടെ പറയുമ്പോഴത്തേനും ദൈവത്തോട് പറയാൻ ദൈവത്തെ ഉയർത്താമെന്ന് തോന്നുമോ? ഇല്ല. When we start our prayer introduction and we lay all our issues in front of God, towards the end it starts getting boring, and then we don't have any time to lift the name of the Lord. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും വിഷയം എന്താണോ അതിനെക്കുറിച്ചുള്ള ഭാരമേ മാറിപ്പോകണം. By the time we end up our prayer, we should not even think about what we were praying for. അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ വിഷയം ചുരുക്കി പറയുക, ദൈവത്തെ കൂടുതൽ ഉയർത്തുക. The best option to it is to pray less about the issues and pray more about lifting the name കാരണം of God. ശത്രു അടക്കി വാടുന്ന ടെറിറ്ററി ഉണ്ട്, ശത്രു അടക്കി വാടുന്ന മേഖലയുണ്ട്. അതാണ് അതിന്റെ വിഷയം. അവിടെ നീ ഉയർത്തേണ്ടത് ദൈവത്തെ. ഹല്ലേലൂയ. When we pray, we think that there is a lot of difficulties in our prayer, but with that, we should the name of God is lifted up. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വിഷയം ശത്രു അടക്കി വാടുന്ന മേഖലയാ. അത് വീണ്ടും നീ പരത്തി നീട്ടി പറയണ്ട. അവിടെ നീ ഉയർത്തേണ്ടത് യഹോവ നിസി. ഓ ജയക്കുടിയെ ഉയർത്തിയ ശത്രു അടക്കി വാടുന്ന മേഖലകളിൽ എന്റെ ദൈവത്തിന് നാം ഉയർവേണ്ടതായിട്ട്. When we go forward with our prayer, we should always make sure that we do not explain our issues, but we should lift the name of the Lord, and over there we can see deliverance. വീണ്ടും നീ ശത്രുവിന്റെ എൻക്രോച്ചിങ് നമ്മുടെ തന്നെ പരാജയപ്പെട്ട് സംഭവിച്ചതാ. നെഹമ്യാ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തതുകൊണ്ടാ ഞങ്ങൾക്ക് ഈ പ്രവാസം വന്നത്. Nehemiah is telling that it is because our forefathers sinned, we had to go to exile. നമ്മുടെ കുറവാ, അതൊന്നും ഹല്ലേലൂയ ഞങ്ങളുടെ കുറവാ. എന്നാൽ ദൈവമേ നീ ക്ഷമിക്കുന്നവനാ, നീ ഉദ്ധാരകനാ. ഹല്ലേലൂയ. You are a redeeming God. You are a God. ദൈവത്തെ ഉയർത്തുക, പരാജയങ്ങളെ വീണ്ടും ഉയർത്തരുത്. ജയത്തെ ഉയർത്തുക, ജയിക്കുന്നവനെ ഉയർത്തുക, ജയിച്ച ജയനെ ഉയർത്തുക. ഹല്ലേലൂയ. Nehemiah was praying also that you are a forgiving God. We should not lift our defeat in front of God, but we should lift our victories in front of God. Praise the Lord. Hallelujah. എന്നിട്ട് he sealed the prayer. Hallelujah. And then he sealed the prayer in verse 38. ആ പ്രാർത്ഥന അവൻ മുദ്ര വെച്ചു. He put a seal on that prayer. മറക്കരുത് കേട്ടോ, പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവിനെ മുദ്ര വെച്ച് നീ പ്രാർത്ഥന എഴുന്നേൽക്കാവൂ. ഹല്ലേലൂയ. We should put the seal of the Holy Spirit on the prayer when we are done. Praise the Lord. എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? അപ്പോസ്തലൻ പൗലോസ് പറയുകയാ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. 38 വാക്യം, ഇതൊക്കെ ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു. Verse 38, ഞങ്ങളും ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. ഹല്ലേലൂയ. As in verse 38, and because of all this, we make a sure covenant and write it. Our leaders, our Levites, and our priests seal it. Praise the Lord. പ്രിയമുള്ളവരെ, നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട നമ്മെ നിത്യതയോട് എത്തിക്കുന്ന ഒരു മുദ്രയുണ്ട്. Us who are called to spend eternity with God, there's a seal of eternity in us. Praise the Lord. നാം ഒരു ലെറ്ററിന്റെ പുറത്ത് ഒരു അഡ്രസ് എഴുതിയിട്ട് അഡ്രസ് എഴുതി വീട്ടിലെ മേശപ്പുറത്ത് വെച്ചാൽ അത് ചെല്ലേണ്ടത് ചെല്ലത്തില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത് പോസ്റ്റൽ ഒരു മുദ്ര വെച്ചാൽ പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചുമതലയാണ്. From this addressee to other addressee, it will be reached. Hallelujah. When we write a letter and we keep it in an envelope, it would not itself be sent. We have to take it to the post office where they would put a seal on the letter and make sure it is being sent to the ആ destination. സീൽ അടിക്കുന്ന ഉദ്ദേശം അറിയാമോ? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് is putting a seal. ഇതിന്റെ അർത്ഥം ഈ അഡ്രസ്സിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. The reason that they are putting the seal is just to let us know that they have taken the responsibility to make sure that this envelope reaches its destination. പിന്നെ എഴുതിയോ എന്ന് ചോദിച്ചാൽ തിരിച്ചെത്തില്ല. Praise the Lord. പിന്നെ എഴുതിയോ മറന്നുപോയി ഒരു സെന്റൻസ് എഴുതണമെന്ന് പറഞ്ഞാൽ മുദ്രയിട്ട് പോയി അടുത്തെടുത്ത് എഴുതിക്കണം. Even if he has something to write on the envelope, an extra line, he cannot do anything. The seal is already being kept. പരിശുദ്ധാത്മാവിന്റെ അച്ചാരം, the seal of the Holy Spirit is put on each and every one of us. നമ്മുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അച്ചാരം, ഓ ആ മുദ്ര പകർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. Let's praise God because God has put the seal of His Holy Spirit. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിന്റെ വിഷയത്തെ
ദൈവസേന സമർപ്പിക്കുന്നുവെങ്കിൽ അതിന്മേലുള്ള മുദ്രയുടെ പേര് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഹല്ലേലൂയ. ലേവ്യന്മാരും പുരോഹിതന്മാരും ദൈവത്തിന്റെ അഭിഷിക്തന്മാരും ചേർന്ന ഒരു വിശേഷത്തെ മുദ്രയിട്ടാൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര അതിന്മേൽ പതിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ കയ്യിലെ കാര്യങ്ങൾ നമുക്കതിന്മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് ഈ ദിവസം ഹല്ലേലൂയ. When the leaders and the Levites and the priests and the issue God starts working in the പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാർത്ഥനകളുടെ വീഴുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ വീഴുവാൻ, വാഗ്ദത്തങ്ങളുടെ വീഴുവാൻ, ശത്രുവിന്റെ പോരുകളെ ഭേദിച്ച് ഏത് തടസ്സങ്ങളെയും ഭേദിച്ച് ആകാശമാനങ്ങളെ കീഴിൽക്കുറിച്ച് പ്രതികൂലങ്ങളുടെ നടവുണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന എത്തുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ വരുവാൻ സാധ്യമായ റോമാലേഖനം ഇത് പറയുന്ന നിർത്താം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം ഇതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ സഹോദരന്മാർ. Romans chapter 8 verses 3 and 4. ഹല്ലേലൂയ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മെ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി ആത്മാവിൽ നമ്മിൽ വെളിപ്പെടും. The righteousness of the law is going to be fulfilled in us through the Holy Spirit. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം, നമ്മെ നീതിയിലേക്ക് നയിച്ചത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയല്ല, കാൽവറിയിൽ നാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. One thing we should understand, believers, that it's not through our righteousness that we have got closer to God, but it's through the sacrifice that God did on the cross of Calvary. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ അവസാനം അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത് പുത്രന്റെ നാമത്തിൽ ചോദിക്കണം. When we lift up the name of God in the end, we should say we are asking in the name of Jesus. We are not worthy. നമുക്കൊരു യോഗ്യതയുമില്ല ഈ നാമം ഉയർത്തുവാൻ. We do not deserve any യഹോവയായ ദൈവത്തിന്റെ നാമത്തെ നമ്മുടെ നാവിലെടുക്കുമ്പോൾ നമുക്കൊരു യോഗ്യതയില്ല. To take the name of the Lord in our tongue, we do not deserve it. പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവനീതി നിമിത്തം നമുക്ക് പ്രവേശനം ലഭിച്ചു. Hallelujah. The law was reflected through the sacrifice of God. That's why we are able to do it. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, പുകഴുന്നവൻ കർത്താവ്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. The one who boasts shall boast in Christ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഇതുപോലെ കേൾക്കപ്പെട്ട ആലോചന ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയുള്ള നെഹെമ്യാവിന്റെ പ്രാർത്ഥന, അത് അവർക്ക് പാപക്ഷമ ലഭിച്ചു. അവരുടെ വിടുതൽ ഹല്ലേലൂയ പാപക്ഷമയായിരുന്നു. ഇതുപോലെ എത്ര ആഗ്രഹിക്കുന്നു, കർത്താവേ എന്റെ വിഷയത്തിലും എനിക്ക് വിടുതൽ വേണം, എന്നാൽ എനിക്ക് ഉയർത്തേണ്ടത് ദൈവത്തിന്റെ നാമത്തെയാണ്. ഞാൻ അവരെ ഇവരെ ഒന്നും പറയുന്നില്ല, ഞാൻ അതും ഇതും ഒന്നും പറയുന്നില്ല. I am not saying this and that. I am not going to pronounce this and that. I am not going to elevate the situation by explaining that, but I am going to elevate your name. I am going to exalt your name. എത്ര പേര് പ്രാർത്ഥിക്കും? എല്ലാവരും ഇതുപോലെ കേൾപ്പില്ല നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Glory to God. Jesus, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1-ാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. കർത്താവേ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുവാനൊക്കെ ദൈവമിടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നല്ലോ കർത്താവേ, അത് പാടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവിടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ തിരുസന്നിയിൽ അവരുടെ മനഃപ്പാഠവാക്യങ്ങളെ ഉച്ചരിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവരെ രക്തവളപ്പിൽ സൂക്ഷിച്ചു കൊള്ളണമേ, ആകർഷണമയത്തിൽ പൊതിഞ്ഞു കൊള്ളണമേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തെ പ്രകാരം ജീവിപ്പാൻ കൃപ കൊടുത്ത് ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാക്ഷേപനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിനാൽ എല്ലാം അസാധ്യമാകയാൽ ദൈവകരങ്ങളിലേക്ക് അവളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ രക്തത്താലുള്ള വിടുതൽ ദൈവങ്ങൾക്ക് കൊടുക്കണമേ. അവിടുത്തെ നാമത്താലുള്ള സൗഖ്യങ്ങൾ പകരണമേ.
നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ സഭയായുള്ള ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അടിപ്പടകളുടെ വിടുതൽ ദൈവങ്ങൾ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സുഗ്രാഹ്യമായി മനസ്സ് അവളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് കാലം ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ കുറവശങ്ങളെ ദൈവസന്നിധിയിൽ ഉണർത്തി അവിടുന്ന് കർത്താവെ ക്ഷമയ്ക്കായി യാചിക്കുന്ന കർത്താവെ, അവിടുത്തെ രക്തത്താലുള്ള വിടുതൽ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ കർത്താവെ തിരികുമ്പോൾ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുന്ന കൃപകളെ വാഴ്ത്തുവാൻ ആവശ്യമായ ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ദാസനെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുന്നു. റാൻസിയെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സഭയായി മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ദൈവങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ കർത്താവേ. ഞങ്ങൾ എവിടെയായിരുന്നാലും രക്തമുള്ളപ്പോൾ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കയിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ കർത്താവേ. ചിറകിൻ കീഴെ ഞങ്ങളെ മറച്ചു കൊള്ളണമേ കർത്താവേ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വമെടുക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാറെ യഹോവ മനസ്സ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവരുടെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് പ്രാർത്ഥന വിഷയങ്ങളോട് ദിവസങ്ങളിലെ ഭവനങ്ങളോടും ലോകമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിനേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ചെയ്യാൻ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ.